ഫുള്ള് അവർ മാറ്റി എഴുതി. എൻ്റെ ഒരു 3 ദിവസം 4 ദിവസം ഉണ്ടായിരുന്ന സീൻ മുഴുവൻ എടുത്തു മാറ്റി. ഇങ്ങനെ കോയിൻ തന്നിട്ട് പറഞ്ഞു, എടാ നീ ഇതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ അന്ന് ഒരു ലക്കി ചാമിന് വേണ്ടിയിട്ട് ഒരു കോയിൻ വെച്ചോ, ഇത് നീ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കില്ല എന്നിട്ട്. പിന്നെ ഓസ്ലറിനൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ലർ ആണെങ്കിലും ഹൃദയമാണെങ്കിലും വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്രവർത്തകർ കടിച്ചു കയറാൻ നിൽക്കുന്ന ഒരു, അപ്പൊ ആ കുറയ്ക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിക്കായിരുന്നു. മമ്മൂക്ക എങ്ങനെയാണ് ചെയ്യാൻ പോണേന്ന് നമ്മൾ മനസ്സിലൊരു സാധനം വിചാരിക്കും, പക്ഷെ മമ്മൂക്ക അത് ചെയ്തു വരുമ്പോ വേറെ ഒരു സാധനവും പറയുമ്പോ എനിക്ക് ഞാൻ ഇറങ്ങി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പിന്നീട് ഓഡിഷൻ പോയില്ലായിരുന്നു. അന്ന് എനിക്ക് കയറി ഒരു കാര്യം മനസ്സിലായി, പേടി മാറിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓഡിഷന് ഞാൻ അന്ന് ഇറങ്ങി പോയതാണെങ്കിൽ അതോടെ തീർന്നു. ഞാൻ പിന്നെ പേടിച്ചിട്ട് ഒരു ഓഡിഷന് പോയില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ഹായ് ഹലോ, വെൽക്കം ടു അവർ ഷോ. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഒത്തിരി ഒന്നും ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ശിവ ഹരിഹരനാണ്. നമുക്ക് ശിവയുടെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ അറിയാം. ഹായ് ശിവ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഓസ്ലറാണ് മെയിൻ വിശേഷം. അതിന്റെ കൂടെ തന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ജെറി ഇപ്പോൾ ഫെബ്രുവരി 9 റിലീസാണ്. അപ്പോൾ അടുപ്പിച്ച് 2 സിനിമ ഇങ്ങനെ. ഓസ്ലർ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രേക്ഷക പ്രശംസ സിനിമയ്ക്കും കിട്ടി, അതുപോലെ തന്നെ ഞങ്ങളെ പോലെ കുറച്ച് അവർക്കും. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി. ഓസ്ലർ ടീമായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ 9-ാം തീയതി ജെറി ഇറങ്ങാൻ 9-ാം തീയതി ജെറി ഈ പറഞ്ഞ പോലെ നമ്മൾ ഓസ്ലറിന് മുന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. കുറേ അധികം പുതിയ ആൾക്കാർ ജെറിയിൽ, അതായത് ഇതിന്റെ സംവിധായകൻ അനീഷ് ഉദയ്, അദ്ദേഹം ആദ്യത്തെ സിനിമയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആദ്യത്തെ സിനിമയാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ആദ്യത്തെ സിനിമയാണ്. അഭിനയിക്കുന്ന ഇടുക്കി നമ്മള് എന്താ പറയുക കാൽവരി മൗണ്ടാണ് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ ഒരുപാട് നാട്ടുകാർ ഇതിനകത്ത് അഭിനയിച്ചത്. അപ്പൊ ഒരുപാട് തുടക്കക്കാരുടെ ഒരു സ്വപ്നം എന്ന് പറയാം. എന്റെ നാടാണ് ഇടുക്കി. അടിപൊളി നാടാണ് കേട്ടോ. കാരണം ഞങ്ങള് സെറ്റില് ഫുഡ് കഴിച്ച ദിവസം കുറവാ. എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ വരും, മിക്കവാറും തൊട്ട വീടുകളിലൊക്കെ, ഇത് 2 വീടുകള് അങ്ങനെയാണ് ഷൂട്ട്. 2 വീട്ടുകൾ തമ്മിൽ നടക്കുന്ന ഒരു കഥയാണ്, അതിനകത്ത് നടക്കുന്ന കോൺഫ്ലിക്ട്സ്. അതെ, അങ്ങനെയൊക്കെയാണ് ആ കഥ പോകുന്നത്. അപ്പോൾ ആ 2 വീടാണ് മെയിൻ ലൊക്കേഷൻ. അതിന് ചുറ്റുമുള്ള ഏകദേശം ഒരു 10 വീടെന്നുള്ള ആൾക്കാരാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ഫുഡ് ആ 10 വീടുകളിൽ നിന്നാണ് കഴിച്ചത്. അത്രയ്ക്ക് അടിപൊളി നാട്ടുകാരും ഭയങ്കര സഹകരണമായിരുന്നു. അക്സെപ്റ്റൻസ് ആണ് നന്നായിട്ട്. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട് ഈ ഒരു കുറെ മൂവീസ്, ഷോർട്ട് ഫിലിംസ്, മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അധികം ആളുകളിലേക്ക് എത്തപ്പെടുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചായിട്ട് ഓസ്ലറില് ജെറിയില് ഒക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ് എല്ലാവരുടെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ? ഫീഡ്ബാക്ക് ഞാനിപ്പോ ഇവിടെ തൊട്ട് വരുന്നതിന് മുന്നേ ഞാൻ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഓസ്ലർ ഇറങ്ങി അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും കോൾഡൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ലക്ഷദ്വീപ് എന്നുള്ളൊരു പുള്ളിക്കാരൻ ഇങ്ങനെ സിനിമ കണ്ടു. പുള്ളി ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തൊട്ടടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പുള്ളി ബ്രോ ഞാൻ ഇപ്പൊ സിനിമ കണ്ട് ഇറങ്ങിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് ഞാനും പുള്ളിയും കൂടെ ഒരു ചായ കുടിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് കയറിയത്. അതുപോലെ ഇപ്പൊ ട്രെയിനിൽ പോകുന്ന സമയത്താണെങ്കിലും ഒരുപാട് ഫാമിലി ആൾക്കാർ തിരിച്ചറിയുന്നു. അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷം. അതെ, ഒരു സമയത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിന്ന് ഇപ്പം ഇന്ന കറക്റ്റ് ആയിട്ട് ചെയ്ത ക്യാരക്ടേഴ്സിന്റെ പേരും സീനും വെച്ച് പറയുമ്പോൾ ഒരു സന്തോഷം അടിപൊളിയായിരിക്കും അല്ലേ? ഒരുപാട് കുറെ ഫ്രണ്ട്ഷിപ്സ് ആയാലും നമുക്ക് ആൾക്കാർ നമ്മളോട് ഒന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എത്രയൊക്കെ ആയാലും അവര് നമ്മളോടുള്ള ഇഷ്ടം കാരണമാണല്ലോ ഒന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ട്രെയിനിൽ അല്ലെങ്കിൽ യാത്ര ഭയങ്കര ബോറിംഗ് അല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പോകുന്നു. ഇത് ഞാൻ തൃശ്ശൂർ പോകുന്ന സമയത്ത് ഒരു ഫാമിലി ഫുള്ള് നമ്മുടെ ചുറ്റും, അവര് ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ ഫുള്ള് വേറെ ഇപ്പൊ സാധാരണ ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിയിരിക്കും. ഇപ്പൊ അവരെന്നെ പറഞ്ഞു അയ്യോ മോൻ പോലെ ഇവിടെ തന്നെ ഇരിക്കുന്നു, അവരുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്ത്. അപ്പൊ അത് ഭയങ്കര ഫീൽ ഗുഡ് ആണ്. ഇപ്പൊ ഇത്രയും നാളും കൊണ്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിന് മൊത്തത്തിലൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ വാട്ട് യു ഫീൽ? ഇത്ര നാള് ചെയ്തു വെച്ച ഇതുവരെ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഇപ്പൊ പല ഒരുപാട് മൂവീസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ വേഷങ്ങളിലാണെങ്കിലും കുറച്ചധികം മൂവീസ് ചെയ്തിട്ടുണ്ട്. തുടങ്ങിയത് ഞാൻ ഓഡിഷനിലൂടെയാണ് സിനിമയിലേക്ക് ആദ്യമായിട്ട് റോള് കിട്ടുന്നതും. ഹൃദയം വരെ ചെയ്ത സിനിമകളെല്ലാം ഓഡിഷനിലൂടെയാണ് കിട്ടുന്നത്. അപ്പൊ ആദ്യം ചെയ്ത സിനിമ അവിയലായിരുന്നു. അവിയലിൽ പക്ഷെ നമ്മൾ ഷൂട്ടിന് മുന്നേ ആദ്യത്തെ സിനിമ നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ പോയി. കണ്ണൂരായിരുന്നു ഷൂട്ട്.
ഷാനിൽക്കാണ് ഡയറക്ടർ. അപ്പോൾ ഷൂട്ടിന് ഒരു 2 ദിവസം മുന്നേ എൻ്റെ സീൻ ഫുൾ അവർ ഷൂട്ട് ചെയ്യണ്ടെന്ന് വെച്ചു. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് കുറച്ച് ടൈമിൻ്റെ ഇത് കാരണം സ്ക്രിപ്റ്റ് ഫുൾ അവർ മാറ്റി എഴുതി. എൻ്റെ ഒരു 3 ദിവസം 4 ദിവസം ഉണ്ടായിരുന്ന സീൻ മുഴുവൻ എടുത്തു മാറ്റി ഒറ്റ ഷോട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത് അതായിരുന്നു. അപ്പം അന്ന് ഷാനിൽക്ക് എൻ്റെ അടുത്തൊരു ഇങ്ങനെ കോയിൻ തന്നിട്ട് പറഞ്ഞു, എടാ നീ ഇതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് എന്തായാലും നല്ല റോള് വരും. നമ്മുടെ അന്ന് ഒരു ലക്കി ചാമിന് വേണ്ടിയിട്ട് ഒരു കോയിൻ വെച്ചോ, ഇത് നീ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കോയിൻ ഇപ്പോഴും എൻ്റെ പേഴ്സണുണ്ട്. അപ്പൊ അന്ന് മുതൽ തുടങ്ങി പ്രേതം 2-നകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തു, ട്രാൻസിനകത്ത് ചെറിയൊരു കട്ടിലുണ്ടായിരുന്നു. പിന്നെയാണ് ഓഡിഷൻ വഴി മനോഹരത്തിന് കിട്ടിയത്. മനോഹരത്തിൽ വിനീതേട്ടനെ പരിചയപ്പെട്ടു. അങ്ങനെ ഹെലൻ ഓഡിഷന് പോയി. ഹെലൻ കഴിഞ്ഞ് ഹൃദയത്തിന്റെ ഓഡിഷൻ പോയി. ഹൃദയം കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ചൊരു ആൾക്കാരിങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഹൃദയത്തിലാണ്. ഹൃദയം കഴിഞ്ഞിട്ട് മഹേഷ് മാരുതി, ക്രിസ്റ്റഫർ. പക്ഷെ ഇതുവരെ ചെയ്തതിലെല്ലാം ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. അന്ന് കഴിഞ്ഞ ഇന്റർവ്യൂല് കോട്ടയം നസീർക്ക് പറഞ്ഞ പോലെ ബെഞ്ചമിൻ ബ്രൂണോടെ ഒക്കെ കട്ടുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് അങ്ങനെ ഇപ്പൊ ജെറിയിലാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വേറെ രീതിക്കുള്ള ക്യാരക്ടേഴ്സ് വന്നു. അതിൽ വളരെയധികം സന്തോഷം. ജെറിയിലെ ക്യാരക്ടർ പറയുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചധികം റോള് തന്നെ അതിലൊരു അഭിനയിക്കാനുള്ള ആ ഒരു ചാൻസ് നന്നായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ത്രൂ ഔട്ട് ഉണ്ട് അല്ലേ അതില്? ഉണ്ട്. അതിനകത്ത് ലാലു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ജെറി നാട്ടിൻപുറത്തെ സിനിമ ആയതുകൊണ്ട് അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും മെയിൻ റോള് സണ്ണി ജോസഫ്, അദ്ദേഹവും പ്രമോദ് വെളിനാടാണ് അതിനകത്തെ ലീഡ് ക്യാരക്ടർ. അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് കഥ. പക്ഷെ ഇവരുടെ കോൺഫ്ലിക്റ്റിന് ഇടയ്ക്ക് വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു മെയിൻ കഥാപാത്രമാണ് ഈ ലാലു എന്ന് പറയുന്നത്. അപ്പോ സിനിമയിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സിനിമയാണ് ജെറി. ഒരുപാട് പുതിയ ആൾക്കാർ, ഇപ്പൊ കെസിയ, എന്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്ന കെസിയ, അളിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന എബിൻ പോൾ എന്ന് പറഞ്ഞിട്ട്, പിന്നെ റൂത്ത്, അതുപോലെ ഒരുപാട് പുതിയ ആൾക്കാർ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം പുതിയ ഈ വരുന്ന ക്യാരക്ടേഴ്സ് ആസ് എ ബിഗിനർ ഈ വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്താ ഒരു നമ്മളൊരു സ്റ്റോറി കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് തരുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അതെങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. എന്തൊക്കെ തരം പ്രിപ്പറേഷൻസ് അതിന് വേണ്ടി എടുക്കാറുണ്ട്? സത്യം പറഞ്ഞാൽ അങ്ങനെ സ്റ്റോറി ആദ്യം തന്നെ കേൾക്കലൊന്നും ആ ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല ഒന്നാം തരം. പിന്നെ ഓസ്ലറിനൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ലർ ആണെങ്കിലും ഹൃദയമാണെങ്കിലും വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ, ഇത്രയും മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ സിനിമയിലേക്ക് പോകുമ്പോൾ ഒരു പ്രിപ്പറേഷനും സത്യം പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് ആവശ്യമില്ല. അവരെ നമ്മൾ അങ്ങനെ ഗൈഡ് ചെയ്യും. ഇപ്പൊ ഹൃദയത്തിനാണെങ്കിലും നമുക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു 3-4 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രണവ് ഉണ്ടായിരുന്നു, ദർശന ഉണ്ടായിരുന്നു, അങ്ങനെ മെയിൻ ആക്ടേഴ്സ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം നമ്മുടെ ക്യാരക്ടർ എന്താണ്, നമുക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അതിൽ തന്നെ അറിയും. ഓസ്ലർ ആണെങ്കിലും ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ്, അതുപോലെ തന്നെ ഡയറക്ഷൻ ടീമെല്ലാം ഓരോരുത്തരും, ഇപ്പോൾ രജീഷ് ചേട്ടൻ, അങ്ങനെ പേരെടുത്ത് പറയുന്ന ഓരോരുത്തരും, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും, മിഥുൻ ചേട്ടനായാലും, നമ്മൾ അത്രയ്ക്ക് എല്ലാ ദിവസവും നമ്മളെ വന്നിട്ട് എന്ന് വെച്ചാൽ ഒരുമാതിരി മോട്ടിവേഷനാണ്. എടാ ഇന്നത്തെ ദിവസം സീൻ ഷൂട്ട് ചെയ്തതിൽ നിങ്ങൾ ആ സീൻ പെർഫോം ചെയ്തത് ശരിയില്ല, നാളെ നീ അത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 പേരും ഇരുത്തി ഓരോരുത്തർക്കും ഭയങ്കരമായിട്ട് അങ്ങനെ മോട്ടിവേഷൻ തരും. അപ്പോൾ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും. ഇപ്പോൾ അനീഷേട്ടനാണെന്നുണ്ടെങ്കിൽ ജെറിയിൽ പുള്ളി പുതിയ സംവിധായകനാണെങ്കിലും നമുക്ക് ഇതിനും ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ വേറൊരു രീതിക്കാണ് ഈ സിനിമ മേക്ക് ചെയ്യുന്നത്. ഒരു സാധാരണ കഥയെ വേറൊരു രീതിക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ. അപ്പോൾ പുള്ളിയും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഫ്രീഡം തരും നമുക്ക്. അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മളെല്ലാം കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫീൽഡിലേക്ക് കൈ പിടിച്ചുയർത്തിയ ഒരാളെന്ന് ചോദിച്ചാൽ അത് ആരെ പറയാൻ പറ്റും? എന്നുവെച്ചാൽ ഒരുപാട് പേര്, ഇപ്പൊ ഞാൻ ഒരാൾ മാത്രം ഇതിന് എഫേർട്ട് ഇട്ടിട്ട് ഒരിക്കലും അങ്ങനെ ആർക്കും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലൊരു മെയിൻ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പേരെടുത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിനീത് ശ്രീനിവാസൻ. കാരണം മനോഹരത്തിൽ അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷമാണ് ഈ ഹെലനിൽ ഓഡിഷനിലേക്ക് അങ്ങനെയാണ് വിളി വന്നത്. അത് കഴിഞ്ഞ് ഹൃദയത്തിലാണ് നമുക്ക് ആ ഒരു റെക്കഗ്നീഷൻ കിട്ടിയത്. പിന്നെ തീർച്ചയായും എൻ്റെ ഫ്രണ്ടാണ് ജോഫി, പ്രീസ്റ്റിന്റെ ഡയറക്ടർ. അവൻ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് പ്രേതം 2 ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അവൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഒരുപാട് പേര് ഇപ്പോ പ്രിൻസ് മൂവി ഫീൽഡിലേക്കല്ല, ഐ മീൻ ഇപ്പൊ തുടക്കം വന്നത് ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ, അങ്ങനെ നാടകം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു ഇതിലേക്കൊക്കെ വരുമ്പം ഈ അതിലേക്കൊക്കെ ഒന്ന് എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പാലക്കാടാണ് പഠിച്ചതൊക്കെ. അപ്പോ സ്വന്തമായിട്ട് ആഗ്രഹം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എത്തിപ്പെടണം എന്നുണ്ട്. പക്ഷെ പേടിയായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഡയറക്ട്ലി അറിയുന്ന ആൾക്കാരും ആ സമയത്ത് സിനിമയിലില്ല. അപ്പോ പുത്തൂർ രവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്തൊരു നാടക സംവിധായകനുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് താല്പര്യമുണ്ട് നീ നാടകത്തിൽ ഒന്ന് അഭിനയിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോ ആദ്യത്തെ നാടകത്തിൽ എന്റെ റോൾ എന്ന് വെച്ചാൽ കുരയ്ക്കുന്ന പട്ടിയായിട്ടായിരുന്നു. അതായത് മാധ്യമ പ്രവർത്തകര് കടിച്ചു കയറാൻ നിൽക്കുന്ന അപ്പൊ ആ കുരയ്ക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിക്കായിരുന്നു ആ റോൾ. അങ്ങനെയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ചെയ്ത് പുള്ളി എന്നോട് പറഞ്ഞു, നീ പക്ഷെ ആദ്യമായിട്ട് അഭിനയിക്കുക എന്നുള്ളത് തോന്നില്ല, അപ്പൊ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ തുടരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അന്ന് മുതൽ തുടങ്ങി. പിന്നെ 2-3 നാടകങ്ങൾ കൂടെ പുത്തൂരുവേരന്റെ കൂടെ ചെയ്തു. പിന്നെ ഷോർട്ട് ഫിലിംസ്. എന്റെ ഫ്രണ്ട് ഉണ്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പാലക്കാട് ഒരുമിച്ച് ഇതുപോലെ സിനിമ സ്വപ്നം കാണാൻ തുടങ്ങിയ ആൾക്കാരാണ്. ഞങ്ങൾ പോണേക്കര റൂമിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരുപാട് സിനിമക്കാരുണ്ട്. ഉണ്ണി, മെൽബിൻ, അഷ്കർ, എല്ലാം സിനിമ മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഉണ്ണി തങ്കത്തിൽ ഏടിയായിരുന്നു. അപ്പൊ അവരൊക്കെയാണ് ഇങ്ങനെ സിനിമയിൽ വരുന്നതിന് മുന്നേ മുതൽ ഇപ്പോ വരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ശിവേനെ പറ്റി അത്യാവശ്യം ഇപ്പം ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് എന്തായാലും ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രിപ്പറേഷന്റെ ഇടയ്ക്ക് അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്ക് ശിവേനെ പറ്റി നോക്കുമ്പോൾ അഭിനയമോഹിയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ത്രൂ ഔട്ട് യൂട്യൂബിലുള്ള വീഡിയോസും വിക്കിപീഡിയ ഒക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അഭിനയമോഹം എന്നുള്ളത്. അഭിനയമോഹം മാറ്റി നിർത്തിയാൽ അല്ലാതെയുള്ള താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്താണ്? ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ പുറകെ നടന്ന് വേറെ ഒരു ആഗ്രഹവും ഇല്ലാതെയായി. അതായത് എന്താ പറയാ, നമ്മളിപ്പോ ഇതിനു വേണ്ടി അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് പുറകെ നടക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഓഡീഷന് പോകുമ്പോൾ ഞാനിപ്പോ ഒരു ഓൾമോസ്റ്റ് 2014 ഇപ്പൊ 10 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് 10 വർഷമായി ഓഡീഷൻ പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ അന്ന് മുതൽ കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പോ ട്രിവാൻഡ്രത്ത് നിന്ന് സ്ഥിരം വണ്ടി പിടിച്ചിട്ട് എറണാകുളത്തേക്ക് ഓഡീഷൻ വരുന്ന ആൾക്കാരുണ്ട്. രാവിലെ ഇപ്പൊ പുലർച്ചെ അവിടെ നിന്ന് വണ്ടി കയറിയാലേ നമുക്ക് ഫസ്റ്റ് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ എറണാകുളത്ത് നിന്ന് ഓഡിഷൻ എത്തുന്നതിന് മുന്നേ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ ആൾക്കാർ ഓഡിഷൻ എത്തും. അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ എന്താ പറയാ, അത്രയും ഒരു ഭ്രാന്താണെന്ന് പറയാം സിനിമ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു അതല്ലാതെ വേറെ ആഗ്രഹമൊന്നും. അപ്പൊ എനിക്കും സിനിമ തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് അങ്ങനെ വേറെ ഒന്നുമില്ല, ഇപ്പൊ ഒന്നുമില്ല. ഈ ഓഡീഷന്റെ കാര്യം പറഞ്ഞപ്പോ ഫസ്റ്റത്തെ ഓഡീഷൻ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അതിൽ അവർ തന്ന ടാസ്ക്? ഫസ്റ്റത്തെ ഓഡിഷൻ അതായത് അനിയത്തിയെ ആരോ ഇങ്ങനെ പീഡിപ്പിച്ചു. അപ്പോ ഇവൻ മെന്റലി ഭയങ്കര ഇതായിട്ട് പുള്ളിക്കാരൻ ജയിലിലാണ്. അപ്പൊ മാധ്യമപ്രവർത്തകർ വന്ന് ചോദിക്കുമ്പോ പുള്ളിയോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് പുള്ളിയെ ബുദ്ധിമുട്ടിക്കുകയാണ്, മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അത് അഭിനയിച്ച് കാണിക്കുന്നതാണ് ആദ്യത്തെ ഓഡീഷൻ പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നതല്ലാതെ ആ സമയത്ത് അവരെന്താണ് പറഞ്ഞതെന്ന് പോലും എനിക്ക് കത്തിയിട്ടില്ല. പേടി എന്ന് വെച്ചാൽ നെഞ്ചെടുപ്പ് എനിക്കിങ്ങനെ പുറത്തു വെക്കാം, മുഖമൊക്കെ ചോന്ന്. ഞാൻ ഇപ്പൊ കുഴഞ്ഞു വീഴും. ഞാൻ പിന്നെ താഴത്തിറങ്ങി വന്നു. അപ്പൊ താഴത്ത് ഓഡീഷൻ ഞാൻ ഇറങ്ങി പോവാന്ന് വെച്ചാൽ താഴത്തിറങ്ങി. കാരണം എനിക്ക് പറ്റുന്നില്ല, പേടിച്ചിട്ട് കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, വായ വെള്ളം വറ്റി പോകുന്നു, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഞാൻ ചോദിച്ചു ഇറങ്ങി പോവാന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഓഡിഷൻ മറ്റേ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, വെള്ളം കുടിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ച് പിന്നെയും തിരിച്ചു കയറിപ്പോയി. അപ്പോ മുകളിൽ പോയപ്പോ അവര് പറഞ്ഞു റെഡിയായോ എത്ര പെട്ടെന്ന്, എന്നാ കയറിക്കോന്ന് പറഞ്ഞു. തിരിച്ച് മുകളിലേക്ക് ചുമ്മാ കയറിയതാ. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തത്, എന്താണ് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷെ അന്ന് ഞാൻ ഇറങ്ങി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പിന്നീട് ഓഡീഷൻ പോയില്ലായിരുന്നു. അന്ന് എനിക്ക് കയറി ഒരു കാര്യം മനസ്സിലായി, പേടി മാറിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ ഓഡീഷന് ഞാൻ അന്ന് ഇറങ്ങി പോയതാണെങ്കിൽ അതോടെ തീർന്നു. ഞാൻ പിന്നെ പേടിച്ചിട്ട് ഒരു ഓഡീഷന് പോയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പേടിയെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എനിക്ക് അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ടെൻഷൻ അടിച്ച് ഞാൻ എന്താണ് ചെയ്തതെന്ന്. ആ ഓഡീഷൻ കിട്ടിയില്ല. പക്ഷെ ആ പേടി ഫേസ് ചെയ്തുകൊണ്ട് പിന്നെയും ഓഡീഷൻ പോകാനുള്ള ഒരു ധൈര്യം കിട്ടി. ഇപ്പോൾ ഓസ്ലറിലെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊക്കെ എനിക്ക് ആ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അതിൽ ആക്ച്വലി ഒരു ചെറിയൊരു പാര സെറ്റപ്പ് ആണെങ്കിലും നമുക്ക് നല്ലപോലെ ഇഷ്ടം തോന്നും. കാരണം ആ മാനറിസംസ് ഒക്കെ, ശിവയുടെ ആ സ്ക്രീനിലുള്ള മാനറിസംസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ ആ ഒരു ഇതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി ചെയ്തോ, അതോ അവർ പക്ക ഗൈഡ് ചെയ്യുമായിരുന്നോ? ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് മിഥുൻ മാനുവൽ തോമസ്, അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ടീം. ഇപ്പൊ പ്രിൻസ്, രജി ചേട്ടൻ അവരടങ്ങുന്ന ഡയറക്ഷൻ ടീം. കാരണം
നമുക്ക് ഈ കാലഘട്ടത്തിലത്തെ റെഫറൻസ് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോരുത്തർക്കും എന്തെന്ത് മാനറിസം പിടിക്കണമെന്ന് വരെ അവർ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, അപ്പൊ അതിന് ഇന്ന മാനറിസം. അതുകൊണ്ടാണ് ആ 5 പേരും വേറെ വേറെ മാനറിസം ആണ് പിടിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവർ ഓൾറെഡി ഇങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നു, എടാ ഒരേ സാധനം എല്ലാവരും ചെയ്യണ്ട, അത് സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാവരും ഒരേ ഇത് ചെയ്തു പോലെ. അപ്പൊ നീ എന്താണ് ചെയ്യാൻ പോണേ, ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇന്ന ആൾക്കാർ ഇന്നാണ് പിടിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് അങ്ങനെ തന്നെ അങ്ങ് പോയി. ഓസ്ലറിലെ ആ ഒരു ടീമിൽ ഇപ്പം ചെല്ലുമ്പം ഞാൻ കേട്ടിരുന്നു മമ്മൂക്കാനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ക്രിസ്റ്റഫറിന്റെ ഇതില് ലൊക്കേഷനിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു ആഗ്രഹം അവിടെ വെച്ച് തീർത്തോ? അതായത് ഞാൻ ആക്ട് ലാബിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അഭിനയം ഞാനും ശിവരാജും ഒക്കെ ആക്ട് ലാബിൽ ഉണ്ടായിരുന്നു. സൗത്തിന്റെ അടുത്താണ് ആക്ട് ലാബിന്റെ ക്ലാസ്സസ് നടക്കുന്നത്. സജീവ് നമ്പ്യ സാറാണ്. അപ്പോൾ അതിന്റെ അടുത്താണ് ആദ്യം മമ്മൂക്കയുടെ വീട്. പനമ്പള്ളി നാറിലത്തെ വീടിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ആക്ടിങ് ക്ലാസ്. അപ്പൊ അവിടെ പഠിക്കുന്ന എല്ലാവരും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്ക അത്ര വലിയ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ. അപ്പൊ നമ്മള് അവിടെ ഹൗസിംഗ് ബോർഡിന്റെ ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു 5 മിനിറ്റ് നടന്നാൽ മമ്മൂക്കയുടെ വീട്ടിന്റെ ഫ്രണ്ട് കൂടെ അടക്കാം. ഞങ്ങളൊരു 10 വട്ടം അതിന്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, എങ്ങാനും കാണാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഒരുപാട് വട്ടം ചുമ്മാ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലുള്ള ആഗ്രഹമാണ് മമ്മൂക്ക എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. അപ്പൊ ക്രിസ്റ്റഫറിൽ നിന്ന് വിളി വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു മമ്മൂക്ക ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ സെറ്റിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതിന്റെ തൊട്ട് തലേദിവസം മമ്മൂക്കയുടെ ഫുള്ള് പോർഷൻ ഷൂട്ട് കഴിഞ്ഞിട്ട് മമ്മൂക്ക പോയി കഴിഞ്ഞു. അപ്പൊ അന്ന് കാണാൻ പറ്റിയില്ല. ക്രിസ്റ്റഫറിന്റെ പ്രൊമോഷൻ ടൈമിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഓസ്ലറിൽ ഇന്നായതിനു ശേഷമാണ് പറഞ്ഞത് മമ്മൂക്ക ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു, മമ്മൂക്ക ഉണ്ട്, മമ്മൂക്ക എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. ഓക്കെ, മമ്മൂക്കയുടെ കൂടെ ഞങ്ങൾക്ക് സീനില്ല. അപ്പൊ പിന്നെ മിഥുൻ ചേട്ടനായിട്ട് മണിയടിച്ച് ഞങ്ങൾ പറഞ്ഞു മമ്മൂക്ക ഉള്ള ദിവസം ഞങ്ങൾ എന്തായാലും ഷൂട്ടിന് വരും. ഫസ്റ്റ് ദിവസം മുതൽ മമ്മൂക്ക പോകുന്ന ദിവസം വരെ ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റി. അന്ന് ഈ പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് ജസ്റ്റ് മമ്മൂക്ക ഇങ്ങനെ ഒന്ന് കണ്ട് ചോദിച്ചു ഈ സിനിമയിൽ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്താ പറയാ അത്രയും മമ്മൂക്ക പ്രസ് കോൺഫറൻസിന് വന്നിട്ട് മമ്മൂക്ക പറഞ്ഞത്, മമ്മൂക്കയ്ക്ക് അന്ന് തിരക്കുണ്ട്, ടർബോന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അദ്ദേഹം പക്ഷെ പിള്ളേർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ മമ്മൂക്ക ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹം അവർക്കും കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ ആസ്പിരൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്തായിരുന്നു റോള്? ഞാൻ അത് അത്ര ശ്രദ്ധിച്ചില്ല. അത് സുന്ദർ ശ്രീധർ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ പറഞ്ഞ പോലെ IAS ആസ്പയർ ചെയ്ത ആസ്പിറൻസ് സീരീസ് IAS പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അവരുടെ സ്ട്രഗിളും ഇവിടുത്തെ കരിക്ക് പോലെ അവിടെ ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്നതാണ് TVF എന്ന് പറഞ്ഞൊരു ഇത്. അപ്പൊ അതിന്റെ ഓഡിഷൻ കൊടുത്തു. ഹിന്ദി എനിക്ക് വലിയ കുഴപ്പമില്ലാതെ അറിയാം. ഞാൻ കുറച്ച് കാലം ബോംബെയില് തട്ടിക്കൂട്ടി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഹിന്ദി അറിയാം. അപ്പൊ അങ്ങനെ ഓഡിഷൻ കൊടുത്തപ്പോൾ വിളി വന്നതാണ്. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഹിന്ദി സിംഗ് സൗണ്ടിലാണ് അവിടെ ഷൂട്ട് ചെയ്തത്. ആസ്പിറൻസ് എനിക്ക് തോന്നുന്നു IMDb ടോപ്പ് 5 സീരീസുകളിൽ വരുന്ന ഒരു സീരീസാണ്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം. ഇത് ഇറങ്ങിയ സമയത്ത് കുറേയധികം മലയാളികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഒരു മലയാളി ഇതിനകത്ത് കാണാൻ പറ്റിയതിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മലയാളികളെ റെപ്രസെന്റ് ചെയ്ത് അവിടെ പോകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇപ്പൊ ഇനി വരാൻ പോകുന്ന ജെറി 9-ാം തീയതി, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളൊക്കെ നിലവിലുണ്ടോ? ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്നത് സുരാജ് ഏട്ടന്റെ കൂടെ ഒരു വെബ് സീരീസ് ഉണ്ട്. അത് പേര് അനൗൺസ് ചെയ്തിട്ടില്ല. ഹോട്ട്സ്റ്റാറിൽ വരുന്ന വെബ് സീരീസ് ആണ്. നിതിൻ രഞ്ജി പണിക്കരാണ് സംവിധാനം. അതാണുള്ളത്. പിന്നെ എന്റെ ഫ്രണ്ട് ആകാശ് നാരായൺ ഡയറക്ട് ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസൻ ഒരു ഫിലിം ഉണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞു. വയനാടായിരുന്നു ഷൂട്ട്. പിന്നെ ഡബിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതും പേരിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇറങ്ങാനുള്ള. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഇത്രയും ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിൽ എൻ്റെ ഉള്ളിലുള്ള അഭിനയത്തിന്റെ സ്കിൽസ് എനിക്ക് ഏറെക്കുറെ കാണിക്കാൻ പറ്റി എന്ന് തോന്നുന്ന ഏതൊരു ക്യാരക്ടർ ഉണ്ടോ? അങ്ങനെ, കാരണം നമ്മൾ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ക്യാരക്ടറിന്റെ ഒക്കെ പ്രിപ്പയർ. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നു പക്ഷേ അവിടെ അങ്ങനെ ചെയ്യായിരുന്നു, ഇവിടെ എങ്ങനെ ചെയ്യായിരുന്നു. ഞാൻ സംസാരിച്ച ഒരുപാട് പേർക്ക് ഇത് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ ചെയ്യാൻ പറ്റും, നമ്മൾ ആഗ്രഹിച്ചെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ എന്തൊക്കെയോ കുറച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയും ചെയ്യണമെന്നുണ്ട്. അത് ചെയ്ത് വരുമ്പോൾ ഈ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് നന്നാവുമെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ക്യാമറയുടെ മുമ്പിലുള്ള എല്ലാവരുടെ ഉള്ള പ്രശ്നമാണ്. ഞാനും ഇന്റർവ്യൂവിന് അത് ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഔട്ട് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോ അങ്ങനെ ഈ സ്ഥലത്ത് ഇന്ന കൗണ്ടർ അടിക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത് പോകും. ലാസ്റ്റ് അവിടെ എല്ലാം ചീറ്റി പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. സിനിമ അല്ലാതുള്ള വിശേഷങ്ങൾ ഇപ്പോഴത്തെ?
സിനിമ അല്ലാന്നുള്ള വിശേഷം ഇപ്പൊ ഭയങ്കര ഹാപ്പി. പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ റൂമില് അവരെല്ലാവരും കഥ എഴുതി സ്വന്തമായിട്ട് എന്താ പറയുക പ്രൊഡക്ഷൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്ട്രഗ്ലിംഗ് ഫേസിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, ADs ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും സ്വന്തം പരിപാടിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ ഇതിലേക്ക് എത്തുമ്പോൾ സന്തോഷം. അതെ. ഇങ്ങനെ ആരെങ്കിലും ഇനി മൂവിയിലേക്ക് ഇപ്പൊ കൈ പിടിച്ചുയർത്തണം എന്നൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അല്ല, ഈ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതിനായിട്ട് എറണാകുളത്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഉണ്ണി, മെൽബിൻ, അഷ്കർ, അതുപോലെ ശരത്ത്, ഇവരൊക്കെ DOP എഡിറ്റേഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും പല പല മേഖലകളിൽ സ്വപ്നം കണ്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ ഇത് കൂടി ആവുമ്പോൾ ഭയങ്കര അധികം അടിപൊളിയാവുമെന്ന് തോന്നുന്നു. ഓക്കെ. ഫസ്റ്റ് ഇപ്പോൾ ചെയ്ത ക്യാരക്ടേഴ്സ് ആദ്യമായിട്ട് ഉള്ള ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങൾ, അപ്പോൾ ആ സമയത്ത് നിന്ന് ഇപ്പോൾ വരുന്ന അഭിനയത്തിൽ തന്നെ ചേഞ്ചസ് ശിവയ്ക്ക് തന്നെ ഒന്ന് എന്താ മോൾഡ് ചെയ്യാൻ പറ്റിയ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ക്യാമറയുടെ മുമ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഈ ചെയ്ത് പിന്നെ അത് കുറച്ചൊക്കെ ഇല്ലാണ്ടാവുന്നു തോന്നി. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ടെൻഷൻ ഇല്ല, പക്ഷെ അഭിനയിക്കാൻ അറിയാത്തതിന്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ. കാരണം നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഡയലോഗ് മറന്നു പോവുക, അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ടെൻഷൻ കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച സാധനം ചെയ്യാൻ പറ്റാതെ. അപ്പൊ അത് ഒന്ന് മാറി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിനയം ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പഠിക്കാൻ ഇനി ഒരുപാട് ഒരുപാടുണ്ട്. ഈ ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള അവരുടെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇപ്പൊ മമ്മൂക്ക അഭിനയിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ അതൊരു ഭയങ്കര വലിയൊരു എന്താ പറയാ, നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയാൽ പോലും പഠിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ പഠിക്കുന്നത്. സ്ക്രിപ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. അത് മമ്മൂക്ക എങ്ങനെയാണ് ചെയ്യാൻ പോണേന്ന് നമ്മൾ മനസ്സിലൊരു സാധനം വിചാരിക്കും. പക്ഷെ മമ്മൂക്ക അത് ചെയ്തു വരുമ്പോ വേറെ ഒരു സാധനവും പറയുമ്പോ എനിക്ക് വരുന്നത്. അങ്ങനെ മമ്മൂക്ക അത്ര വലിയൊരു നടനാണെന്നുള്ളത് നമുക്ക് അപ്പോഴാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മുകളിൽ പോയി. പിന്നെ സൗണ്ട് മോഡുലേഷനിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും പറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഇപ്പൊ സീനിയേഴ്സിന്റെ അടുത്ത് ഈ കണ്ടതിൽ, ഈ ഞാൻ ചെയ്ത സിനിമകളിൽ നിന്ന് കണ്ടിട്ടുള്ള നേരിട്ട് കാണാൻ പറ്റിയത് മമ്മൂക്ക അഭിനയിച്ചത് തന്നെയായിരുന്നു. കൂടെ ഇപ്പൊ അഭിനയിക്കുമ്പോഴാണെങ്കിലും ഇപ്പം എന്താ ജെറിയിലൊക്കെ ആണെങ്കിലും നസീർക്ക, പ്രമോദേട്ടൻ അവരുടെയൊക്കെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നസീർക്കായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻ കുറവാണ്. പ്രമോദേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻ. പ്രമോദേട്ടൻ നാടകമായതുകൊണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യും. ഒരു സീൻ നമ്മൾ സ്ക്രിപ്റ്റിൽ വായിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന സാധനം പ്രമോദൻ കയ്യിൽ നിന്ന് കുറെ സാധനം ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇംപ്രൂവൈസ് ചെയ്യും. അത് പ്രമോദന്റെ ഭയങ്കര വലിയൊരു ഇതായിരുന്നു. അതുപോലെ നസീർക്ക ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്ത സാധനം അല്ലാതെ വേറൊരു സാധനം പിടിക്കാൻ വേണ്ടി നസീർക്ക കുറെ ഇതുവരെ ചെയ്തെന്ന് റിപ്പീറ്റേഷൻ വരാതെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി നസീർക്ക ഒരുപാട് എഫേർട്ട് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും സീനിയേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഇത് വരും. അതെ. ഈ ഓസ്ലറിലേക്കുള്ള കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ഓസ്ലറിലേക്കുള്ള കാസ്റ്റിംഗ്, ഞാൻ താമസിക്കുന്നത് താണവാടം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ പ്രിൻസ് എന്നോട് പറഞ്ഞത്, ഞാനൊരു വൈറ്റ് ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ശിവഹരിഹരൻ ഇങ്ങോട്ട് പോവും, തിരിച്ചിങ്ങോട്ട് വരും. ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചായക്കടയിൽ പോകും, തിരിച്ചു വരും. അപ്പൊ എന്നോട് പ്രിൻസ് പറഞ്ഞ്, ഇങ്ങനെ നിന്നെ കണ്ടപ്പോൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ ഓർമ്മ നീ ഹൃദയത്തിലുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ പണിയില്ലാതെ ചുമ്മാ ചായ കുടിക്കാൻ പോയപ്പോ ആണ് സത്യം പറഞ്ഞ ഹോസ്റ്റലിൽ കാസ്റ്റ് ആയത്. അത്രയും കാലം ചാൻസ് ചോദിച്ചു കിടന്നിട്ട് കിട്ടാത്ത അത്രയും വലിയൊരു റോള് നമ്മള്. അപ്പൊ അത് സമയം എന്ന് പറയുന്നത്, കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സമയത്തിൽ അത് സംഭവിച്ചു. ഹൃദയത്തിൽ പറഞ്ഞ പോലെ കൂടെ അഭിനയിച്ചവരൊക്കെ പുതുമുഖ കുറെ ആക്ടേഴ്സ് ആയിരുന്നല്ലേ? അപ്പൊ അതിലേക്കും കാസ്റ്റിംഗ് വരുന്നത്? അതിലെല്ലാം ഓഡിഷൻ ആയിരുന്നു. വിശാഖ്, നമ്മുടെ കുപ്പി, ആനന്ദത്തിലെ കുപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ വിശാഖാണ് അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെലന്റെ റിലീസ് ഹൗസ് ആയിരുന്നു ഹൃദയത്തിന്റെ ഓഡിഷൻ. അങ്ങനെ ഓഡിഷന് പോയി. അതൊരു 3 റൗണ്ട് ഓഡിഷൻ വിശാഖ് ചെയ്തു. 4th റൗണ്ട് ഓഡിഷൻ വിനീതേട്ടൻ നേരിട്ട് നടത്തി. അങ്ങനെയാണ് എല്ലാവരും അതിലേക്ക് വന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, ശിവയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജസ്റ്റ് ഒരു സെഗ്മെന്റ് ആയിട്ട് നടത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അവര് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒരു
5-6 ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി ശിവയുടെ മൂവീസ് കാണുന്ന ആളുകൾക്ക്, ശിവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല, അവര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പ്രണവ് മോഹൻലാലായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അപ്പുമായിട്ട്, അതായത് ഹൃദയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഈ ഫ്രണ്ട്ഷിപ്സ് ഭയങ്കര ഇതാണ്. ഹൃദയം പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഭയങ്കര വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിലത്തെ ഫ്രണ്ട്ഷിപ്സ് എന്ന് വെച്ചാൽ ഭയങ്കര സിനിമയെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അതിൽ നിന്ന് കിട്ടി. അപ്പു ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി, അതായത് കിട്ടി എന്നുള്ളത് ആ ഹൃദയത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് കോൺടാക്റ്റിൽ നിൽക്കാൻ സത്യം പറഞ്ഞാൽ ആള് ഫോണൊന്നും ഉപയോഗിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് കോൺടാക്റ്റിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അപ്പുവിന്റെ ബർത്ത്ഡേക്കോ അങ്ങനത്തെ വല്ല സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ വിഷ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുമ്പോഴൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരാണ് എല്ലാവരും, അദ്ദേഹത്തിൽ എല്ലാവരും. ത്രൂ പ്രണവ് മോഹൻലാൽ സാറിനെ കാണാൻ നോക്കിയിട്ടുണ്ടോ? ഞങ്ങള് ഹൃദയത്തിന്റെ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ വീട്ടിൽ പോയി ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ദിവസം അവിടെ സെക്കൻഡ് സൺഡേ ബ്രേക്കാണ്. സാറ്റർഡേ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ലാൽ സാറിന്റെ വീട്ടിൽ പോയി. അവിടെ അന്ന് ലാൽ സാറ് ബിഗ് ബോസിന്റെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഞങ്ങളന്ന് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മക്കളെ എൻജോയ് കേട്ടോ, എനിക്ക് നാളെ ഒരു ഏർലി മോർണിംഗ് പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഞാൻ കിടക്കാൻ പോവാം ബൈ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് കണ്ടു. ഓക്കെ. ആസ് ആൻ ആക്ടർ ലൈഫിൽ എടുത്ത വലിയൊരു വേഴ്സ്റ്റ് ഡിസിഷൻ എന്തായിരുന്നു? വേഴ്സ്റ്റ് ഡിസിഷൻ എനിക്കൊന്ന് കുറച്ചുകൂടെ നേരത്തെ വേണമെങ്കിൽ എനിക്ക് ഇതിലേക്ക് വരാൻ, ഞാൻ പേടിച്ചിട്ട് കുറച്ചു കാലം മാറിയെന്നുള്ളൂ. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയാം, ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ടാന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെ കുറച്ചു കാലം ഞാൻ എന്നെ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എടാ അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, നീ ഇവിടുന്ന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുക പറയുന്ന സാധനവും അതല്ലാതെ എനിക്കില്ലാത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു കോൺഫിഡൻസ്, ഇപ്പൊ എത്ര ചെറിയ ഒരു റോളാണെങ്കിലും ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ എന്നെ തന്നെ ഒരു പീരീഡ് വരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതെ നമ്മുടെ ഇൻസ്റ്റിങ്സിന്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചിന്തകൾ, ഇപ്പൊ നമ്മളെ കുറിച്ച് നമുക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയുന്നത്. അപ്പൊ നമ്മളിൽ തന്നെ വിശ്വസിച്ച് നമുക്ക് ആഗ്രഹമുള്ള കാര്യത്തിൽ അങ്ങ് മുമ്പോട്ട് പോവാ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മറ്റേ ഇങ്ങനെ ആക്ടിങ് സ്കിൽ അങ്ങനെ വല്ലതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ മറ്റേ ബാക്കിൽ മരമായിട്ടൊക്കെ നിൽക്കുമല്ലോ, അതായിരുന്നു ഞാൻ മെയിൻ പരിപാടി. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ ബാക്കിലെ മരം, ബാക്കിലെ ചെടി, അതൊക്കെയായിരുന്നു. അങ്ങനെ സ്കൂളിൽ തന്നെ ആഗ്രഹം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് ടൈമിലാണ് ഇത് തുടങ്ങിയ ആഗ്രഹം തുടങ്ങുന്നത് അല്ലേ? അപ്പൊ ഏതോ ഒരു കാരവാന്റെ പുറകെ ഓടിയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ എറണാകുളത്ത് വന്ന സമയത്ത് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോണ്ടാക്റ്റും ഇല്ല സിനിമയിൽ. അപ്പൊ അതായത് ഒരു ജോലിയും ഇല്ല ഇവിടെ, എല്ലാ ദിവസവും ഞാൻ ചുമ്മാ ഇരിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും, സിനിമയിലേക്ക് എത്താൻ എങ്ങനെ തുടങ്ങണം, നമുക്ക് ജോബ് അപ്ലൈ ചെയ്യണ പോലെ ഇതിന് പോയി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആപ്പിൾ ഹൈറ്റ്സിലാണ് ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 2 പ്ലോട്ട് അപ്പുറത്താണ് കാരവാന്റെ പാർക്കിംഗ്. അപ്പൊ ഞാൻ കറക്റ്റ് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ആപ്പിൾ ഹൈറ്റ്സിന്റെ വരാൻഡേ പോയി നിൽക്കും. കാരവാൻ എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ ബാക്കിൽ എൻ്റെ ഒരു സ്കൂട്ടി പേപ്പർ ഉണ്ട്, അത് എടുത്തിട്ട് ഞാൻ ഇതിന്റെ പുറകെ പോകും. അങ്ങനെ കാരവാന്റെ പുറകെ പോയിട്ട് ഞാൻ ഒരുപാട് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഉല്ലാസം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പോയി അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ കോൺടാക്ട് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കോൺടാക്ട് കിട്ടുന്ന, അങ്ങനെയാണ് ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തിയത്. ഒരു കോൺടാക്റ്റും ഇല്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്. ലേഡീസിനോട് അപമര്യാദയായി പെരുമാറുന്ന ടൈപ്പ് ഓഫ് റോൾസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ജസ്റ്റ് ഒരു സജഷൻ പോലെ പറഞ്ഞേക്കും. തോന്നുന്നു അതായത് അത് സത്യം പറഞ്ഞാൽ ഇപ്പോ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ഒന്നും ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഒന്നും ആയിട്ടില്ല. നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സിനെ മാക്സിമം ഭംഗിയാക്കിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലേഡീസിനോട് അപമര്യാദയായിട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടത് തന്നെയാണ് എന്നോട് ആഗ്രഹം. പക്ഷെ ഇപ്പൊ എല്ലാ ഇതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡും ഉണ്ടാവും, പോസിറ്റീവ് ഷെയ്ഡ്. അപ്പൊ ഈ നെഗറ്റീവ് ഷെയ്ഡ് അത്രയും നെഗറ്റീവായിട്ട് ചെയ്താലേ പോസിറ്റീവ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വേറെ ക്യാരക്ടറുകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ഇതൊക്കെ പറയുന്ന ആൾക്കാർ അത്രയ്ക്ക് ശിവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. കാരണം ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഇത് ഫീല് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിൽ ഹാപ്പി ആയിട്ടിരിക്കും. അത്രയും. പിന്നെ വേറെ ലാംഗ്വേജസിൽ നിന്ന് ഓഫർ വന്നാൽ സ്വീകരിക്കുമോ, പോയിട്ടുണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. ഓഫർ വന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. അങ്ങനെ ഓഫറായിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറെ ലാംഗ്വേജ് ചെയ്താണ് ആസ്പിറൻസ്. ഓക്കെ. അത് ഹിന്ദി,
അതിലെല്ലാ എപ്പിസോഡിലും ഉള്ള ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറായിരുന്നു. വേറെ ലാംഗ്വേജിലും തീർച്ചയായിട്ടും എനിക്ക് തമിഴ് അറിയാം. അപ്പോൾ തമിഴിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എന്ത് വന്നാലും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അത്രയാണ് നമ്മുടെ അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ റെലവെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെയുള്ളത് കോമൺ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ ഇപ്പം എന്താണ് പൊതു പ്രേക്ഷകരോടൊക്കെ പറയാനുള്ള കാര്യം? പ്രേക്ഷകരോട് വളരെ വളരെ വളരെയധികം നന്ദി. കാരണം ഒരുപാട് നാളായിട്ട് സ്ട്രഗിൾ ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഓസ്ലറിനകത്ത്. ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അഭിനയിച്ച സാബിക് ആണെങ്കിലും ശിവരാജ്, ഷെജി, ജോസഫ്, ഇവരെല്ലാവരും ഒരുപാട് നാളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഹൃദയത്തിലാണെങ്കിലും അതുപോലെ കുറേ പുതുമുഖങ്ങളെ സ്വീകരിച്ചു. ഇതുപോലെ തന്നെ ഇനിയും പുതിയ ആൾക്കാർ വരുന്നവരെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് 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 നന്ദി ഈ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും. തുടർന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പം നമ്മൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആ ഒരു അഭിനയമോഹത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒരുപാട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തതിന് വളരെയധികം സന്തോഷം. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us.